കേശു ഞാൻ പറയുന്നു. നീ ഒന്നും പറയണ്ട. അഖില, നീ അപ്പുറത്തേക്ക് പോ. അവൾ ഓട്ടോയിൽ വരുമ്പം വഴി കണ്ടതാ. നീയാന്ന് ആദ്യം കരുതിയത്. പിന്നെ മനസ്സിലായല്ലോ. എന്നിട്ട് എന്തിനാ മമ്മി എന്റെ വീടിന്റെ ചാവി കൊടുത്തത്? അന്യനൊന്നും അല്ലല്ലോ, നിന്റെ ബ്രദർ അല്ലേ? എനിക്ക് അവനെ കാണണ്ടെങ്കിലോ? ജീസസ്, നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത്? അവൻ ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. അത് കണ്ടവർക്കൊക്കെ കയറി കിടക്കാനുള്ളതല്ല. ഓ, എന്നാ നീ വീട് പൂട്ടിപ്പിക്കോ. കീപ് യുവർ കീസ് വിത്ത് യു. എന്തായി? ഭയങ്കര പൊട്ടലും ചീറ്റലുവാ. കുഴപ്പമില്ല, അത് മമ്മി ഹാൻഡിൽ ചെയ്തോളൂ. അവന്റെ ഈ ബേളൊന്നും മമ്മിയുടെ ദേഷ്യമില്ല. അനന്തകൃഷ്ണനെ പറഞ്ഞു വിടാൻ മമ്മി ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇവിടെ താമസിക്കും. അതിന് മമ്മിക്ക് നിന്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. മമ്മിയുടെ കൺട്രോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സമാധാനം തരത്തില്ല എന്ന് തന്നെ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. ഹലോ. എന്താടോ കാലത്ത് ഒരു വല്ലാത്ത ഹലോ? ഉണന്നേ ഉള്ളൂ. 10 മണി വരെ കിടന്നുറങ്ങ. ആ പിന്നെ ജീവൻ നമ്മുടെ വണ്ടി പിടിച്ചു കേട്ടോ. ആരാവന്റെ ഇൻഫോർമർ എന്നറിയാവോ? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. നമ്മുടെ ജഗൻ. ആ ജീവിത പ്രാരാബ്ദമല്ലേ മനുഷ്യരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. നിനക്കറിയോ, ഐ ജി ഓഫീസിലുണ്ടല്ലോ, ഞാൻ ചില തമാശയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ യൂണിഫോം ഇട്ട് പോയിരുന്നത് കൊണ്ട് അല്പം മകതിരിവ് കാണിച്ചു കൂടാത്തൊന്നുമില്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്നതും താൻ ഈ പറഞ്ഞ യൂണിഫോം തന്നെ. ആൻഡ് ദിസ് ഈസ് മൈ 19th year in service. താൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ ഒരു അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സാർ. പ്ലീസ് ഗീവ് മീ സം മോർ ടൈം. ഇയാള് ഭയന്നിട്ടാണ്. ഐ സ്വെയർ ഓൺ ഇറ്റ് സർ. തനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകലോ. ഇയാളുടെ പേരാണ് ജഗൻ. താൻ ഇന്നലെ രാത്രി പിടിച്ചെടുത്ത സാധനങ്ങൾ മുഴുവൻ ഇയാളേതാ. ഇയാൾ താനേ വന്ന് കുറ്റം സമ്മതിക്കുമ്പോ താനെന്തിനാണോ വെറുതെ ഒരു കുരു തക്കിപ്പൊട്ടിക്കണത്? തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? യെസ് ജഗൻ, ദിസ് വെരി സെയിം സ്റ്റുപ്പിഡ് ഈസ് ദ ഫക്കിംഗ് ഇൻഫോമർ സർ. ഓഹോ, തോന്നിയാസം ഇംഗ്ലീഷിൽ പറഞ്ഞാലും തോന്നിയാസം തന്നെയാ. സീനിയേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് താൻ ആദ്യം പഠിക്കണം. ഐ എം സോറി സർ. മതി, അധികം വിശദീകരണമൊന്നും വേണ്ട. പറയുന്നത് പോലെ ചെയ്താൽ മതി. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് അറിയില്ലായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു. അയാളെ ഉടനെ റിലീസ് ചെയ്യുക. ജാമ്യമായി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പോയിട്ട് സ്റ്റേഷനിൽ കാത്തു നിൽക്കുക. ഈ പേപ്പറിൽ ഒപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് ഇല്ലേ. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. റിലീസ് ദ ഡ്രൈവർ ഓൺലി. ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയാമായിരുന്നു സാർ. ഇതിലൊന്നും കുലുങ്ങുന്ന ആളുകളല്ല. വെറുതെ സാർ നമ്മള്. ഞാനും പ്രതീക്ഷയോടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതെന്താ സാർ? ഇവരുടെയൊക്കെ സ്വത്തുവകളുടെ ഡീറ്റെയിൽസ് വേണം. അവരുടെ ഭാര്യമാരുടെ മക്കളുടെ എല്ലാം ഡീറ്റെയിൽ റിപ്പോർട്ട്. സാർ DIG? യെസ്, ആൻഡ് ഇറ്റ്സ് ടോപ്പ് സീക്രട്ട്. സാർ. ഹലോ. യെസ്. ഞാൻ വരുന്നു. എന്ത് പറ്റി സാർ? ആ ഇൻഫോമർ ജഗൻ, ഹീസ് കിൽഡ്.